പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം നമ്മുടെ മാഷ് പുറത്ത് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി അങ്ങ് വരികയാണ്. ഇത് കണ്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ? എനിക്ക് പുറത്തൊരാളെ കാണാൻ പോകാനുണ്ടമ്മേ. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് മാഷ്. അത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് അമ്മ പറയാണ്. എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കല്ലേ, അതുകൊണ്ട് കുലസ്വാമി കോവിലിൽ പോയിട്ട് അവരെയും കൊണ്ട് ഒന്ന് തൊഴണം. അവരെ കൊണ്ട് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോയി തൊഴുതിട്ട് വരാം, എത്രയും പെട്ടെന്ന് തന്നെ, നാളെ തന്നെ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന മാഷ് പറയും, എന്താ അമ്മ ഈ പറയുന്നത്? ഇത്ര പെട്ടെന്ന് നാളെയോ? അപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നറിയോ? പെട്ടെന്ന് ഇങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവരുടെയും സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ടേ പോവാൻ? നമുക്കൊരു പിന്നൊരു ദിവസം പോവാം എന്ന് പറയുകയാണ്. അതൊന്നും പറ്റത്തില്ല. ഇതെന്താ കുട്ടിക്കളിയാണോ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ? നീ എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം തന്നെ എന്നെ അറിയിച്ചില്ല. അതുപോലെയല്ല ഈ കുലസ്വാമി കോവിലിൽ പോയി തൊഴുന്ന കാര്യം. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെയാണ് അവിടെ പോയി തൊഴുത് വരേണ്ടത്. അത് അവിടെ നല്ലതിന് വേണ്ടിയാണ്. അത് നാളെ തന്നെ നടക്കണം, നാളെ തന്നെ പോയേ പറ്റൂ. എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് അനുസരിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ. അങ്ങനെ നാളെയൊന്നും പോകാൻ പറ്റത്തില്ല, പിന്നീടൊരു ദിവസം പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ പോകാം അമ്മേ. അമ്മ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ? എന്നാലേ എനിക്ക് വാശി തന്നെയാ. ഈ നാളെ തന്നെ പോകണം. നാളെ പോവാൻ പറ്റത്തില്ല എന്നാണ് താൻ പറയുന്നതെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുക. അതിന് നിങ്ങളുടെ ആരുടെയും സമ്മതം വേണ്ട. ഇത് സാധിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മയാ പറയുന്നത്, ഞാൻ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ കമലാമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാഷിൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാട്ടുന്നുണ്ട്, ഒന്ന് സമ്മതിച്ചേക്ക് എന്നുള്ള മട്ടിൽ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ശരി, എന്നാൽ ഇനി അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ, എല്ലാവർക്കും കൂടി പോകാം, ശരിയെന്നും പറഞ്ഞ് മാഷ് അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട്. മാഷ് പോകുന്നത് നോക്കി ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് കമലാമ്മ. ഇത് കാണുന്ന അച്ചമ്മ പറയുന്നുണ്ട്, നീ എന്താടി അവനെ നോക്കി നിൽക്കുന്നത്? ചെന്ന് വേഗം പോവാനുള്ള ഏർപ്പാട് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് കമലാമ്മയും വേദയും കൂടെ കിച്ചണിൽ നിൽക്കുകയാണ്. വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. വിക്രം വന്നിട്ട്, അമ്മ ഒന്നിങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്ന് കമലാമ്മ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അമ്മ ഇങ്ങോട്ടൊന്ന് വരുമോ, എനിക്ക് അമ്മയുടെ അടുത്ത് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കമലാമ്മയും കൂട്ടി അപ്പുറത്തേക്ക് പോവുകയാണ്. എന്താടാന്ന് ചോദിക്കുന്നുണ്ട് കമലാമ്മ. അതെ അമ്മേ, ഈ അച്ചമ്മ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അച്ചമ്മ എന്തൊരു സ്വഭാവമാണിത് എന്ന് ചോദിക്കുമ്പോൾ, എന്താ അച്ചമ്മയുടെ സ്വഭാവം ഇത് പുതുതായിട്ടൊന്നുമല്ല നിനക്ക് അറിയുന്നത്. അച്ചമ്മയുടെ സ്വഭാവം ഇതാണ്, നിനക്കെന്ന് അറിയത്തില്ലേ? എന്താ ആദ്യമായിട്ടാണോ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ്. എന്നാലും എന്തിനാ ഇങ്ങനെയൊക്കെ? ഇത് കുറച്ച് അല്പം കൂടിപ്പോയില്ലേ അമ്മേ? കുലസ്വാമി കോവിലിലൊക്കെ പോയി തൊഴാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഓക്കെ, പക്ഷേ അവിടെ പോയി ഞങ്ങൾ താലി മാറ്റണം, മാല മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് ഓവറല്ലേ അമ്മേ? ഇനി അവിടെ സ്വാമിയുടെ മുന്നിലൊക്കെ പോയിട്ട് മാല മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങളുടെ കല്യാണം ശരിക്കും നടന്നതുപോലെ ആവില്ല അമ്മേ. ഞാനിവളെ ഇവിടെ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടിക്കണം എന്നുള്ള ആലോചനയാണ്. എങ്ങനെ ഓടിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇനി ഈ മാല മാറ്റൽ ചടങ്ങ് കൂടി കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് അവൾ ഒരിക്കലും പോകത്തില്ല. ഇവിടെ തമ്പടിച്ചതുപോലെ ആയിരിക്കും എന്ന് പറയുകയാണ് വിക്രം. അല്ലെങ്കിലും അവളിവിടെ താമസിക്കാൻ വേണ്ടി തന്നെയല്ലേ വന്നിരിക്കുന്നത്. അവൾ രണ്ടും കൽപ്പിച്ച് തന്നെ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് കമലമ്മ പറയുമ്പോൾ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും അച്ഛനും ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടി വീട്ടിൽ നിന്നും അവളെ എങ്ങനെ പുറത്താക്കാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അമ്മ കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ്. അമ്മ ഒന്ന് എനിക്ക് വേണ്ടി അച്ഛമ്മയുടെ അടുത്ത് സംസാരിക്കേ. ഇതൊന്നും വേണ്ടാന്നൊന്ന് പറയുമോ അമ്മേ? നീ എന്താ പറഞ്ഞേ? അച്ഛമ്മയുടെ അടുത്ത് സംസാരിക്കാനോ? എന്നിട്ട് വേണം അമ്മയുടെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കാൻ. നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയുന്നതല്ലേ? ഞാൻ ഈ ഇതും പറഞ്ഞുകൊണ്ട് അങ്ങ് അമ്മയുടെ അടുത്ത് ചെന്നാൽ മതി. അമ്മ എന്നെ ആട്ടിവിടും, എന്നെ കൊല്ലും അല്ലെങ്കിൽ. എനിക്ക് പിന്നെ ഈ കരയാനും കാല് പിടിക്കാനും ഇതിനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. നീ എന്താന്ന് വെച്ചോ ചെയ്തോ എന്ന് പറയുകയാണ് കമലാമ്മ. പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ, അമ്മ ഒന്ന് സംസാരിക്കമ്മ, എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യാതെ എന്ന് സംസാരിക്കമ്മ എന്ന് പറയുകയാണ്. എന്ത്? എന്നോട് സംസാരിക്കാൻ ഞാൻ നിന്നോട് എത്ര വട്ടമായി പറയുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ നീ എന്താ പറഞ്ഞത്? നിന്നെ കൊല്ലാക്കൊല്ല ഞങ്ങൾ ചെയ്യുന്നു. ഇതിന് ആ കുട്ടി ഇവിടെ വന്നിരിക്കാൻ ആരാ കാരണക്കാരൻ? നീയല്ലേ? ഞങ്ങളാണോ? അല്ലല്ലോ. നിന്നോട് ആരാ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞ്? നീ താലി കെട്ടിയതുകൊണ്ടല്ലേ ആ കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. മിന്നും പൊന്നൊന്നും നോക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോഴേ ആലോചിക്കണമായിരുന്നു എന്നങ്ങ് പറയുകയാണ് കമലാമ്മ. പ്ലീസ് അമ്മ, ഇനി ഞാൻ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ അമ്മ. ശരി, ഇനിയിപ്പോൾ നിൻ്റെ അച്ഛമ്മ പറയുന്നത് പോലെ എന്താന്ന് വെച്ചാൽ അതനുസരിക്കുക, അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല മോനെ എന്ന് പറയുകയാണ് കമലാമ്മ.
എല്ലാം എൻ്റെ ഒരു തലവിധി എന്ന് പറഞ്ഞ് വിക്രം അങ്ങ് മുകളിലേക്ക് പോകാണ്ട് നിൽക്കുകയാണ്, റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേദ ഇത് കാണുന്നുണ്ട്. വേദ എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഇവർ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അടിപൊളി ടീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വിക്രം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അതെ അത് നന്നായി ചൂട് കൊടുക്കണം, നിൻ്റെ മുഖത്ത് തന്നെ അങ്ങ് ഒഴുക്കി, അപ്പോൾ നന്നായിരിക്കും നിൻ്റെ മുഖം കാണാൻ എന്നും പറഞ്ഞ് വിക്രം അങ്ങ് മുകളിലേക്ക് പോവാണ്. പക്ഷേ ഇത് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ വേദ, നന്നായി ചിരിക്കുകയാണ്. എന്താ അമ്മ, വിക്രം നല്ല ദേഷ്യത്തിനാണോ എന്ന് വേദ ചോദിക്കുമ്പോൾ, എന്ത് ദേഷ്യത്തിലായാലും ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല, ഒന്നും കാര്യമില്ല. അച്ചമ്മ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ അതനുസരിക്കുക എല്ലാവർക്കും നിവൃത്തിയുള്ളൂ എന്ന് പറയുന്നുണ്ട് കമലാമ്മ. പിന്നീട് അച്ചമ്മയും വേദയാണ് കാണിക്കുന്നത്. അച്ചമ്മ ഇങ്ങനെ വെറ്റിൽ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്, വേദ ഇങ്ങനെ താഴെ ഇരിക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ ഫോണിൽ ഇൻസ്റ്റയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ചമ്മയുടെ. അപ്പോൾ അച്ചമ്മയുടെ ഫോട്ടോസിനൊക്കെ 750ഉം 1000 ഒക്കെ ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അച്ചമ്മ ഒരു സെലിബ്രിറ്റി തന്നെയാട്ടോ എന്ന് പറയാണ്. ഇതൊന്നും ഒന്നുമല്ല, നീ എന്നെപ്പറ്റി എന്താ വിചാരിച്ച്? നീ ഫ്രണ്ട്സ് പേജിലൊന്ന് നോക്ക്, അതിലേ ബേബി മായ ഗേൾ എന്നൊരു പേജുണ്ട്, അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്ന് പറയാണ്. അച്ചമ്മ ചില്ലറക്കാരിയല്ലല്ലോ, ഈ പ്രായത്തിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കലക്കുകയാണല്ലോ. അതേടാ, ഞാനേ എൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല കേട്ടോ ഇതൊക്കെ. എനിക്കൊരു അഡ്മിനുണ്ട്, ഇതെല്ലാം ചെയ്തു തരുന്നതേ അവനാ. ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും ഇൻസ്റ്റയിലൊക്കെ ഇടുന്നത് അവനാണ് എല്ലാം, എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത് അവനാണ്. ഓഹോ, അപ്പോൾ അഡ്മിൻ വെച്ചിട്ടാണ് ചാനലൊക്കെ നടത്തുന്നത്. അപ്പോൾ അച്ചമ്മേ ഈ റവന്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങിയോ? റവന്യൂ? അതെന്താ മോളെ, എനിക്കറിയത്തില്ലല്ലോ, എന്താ അങ്ങനെ പറഞ്ഞാൽ? ഈ റവന്യൂ എന്ന് പറഞ്ഞാൽ സാലറി കിട്ടുമല്ലോ, ഈ കാശൊക്കെ കിട്ടില്ലേ യൂട്യൂബിൽ നിന്ന്, വരുമാനം കിട്ടുമല്ലോ നമുക്ക്. അതെത്ര കിട്ടുന്നതെന്ന് ഞാൻ ചോദിച്ചത്. അത് മോളെ ഒരു $200-250 വരും. അതായത് നമ്മുടെ പൈസ എന്ന് പറഞ്ഞാൽ ഒരു 1,00,000 1,50,000 രൂപ വരെ എനിക്ക് കിട്ടുന്നുണ്ട്. സോറി അമ്മച്ചി, ഞാനൊന്നും ചോദിച്ചിട്ടേ ഇല്ലയെന്ന് തമാശ മട്ടിൽ അങ്ങ് വേദ പറയാട്ടോ. അത് കേട്ടിട്ട് അമ്മച്ചി ചിരിക്കുന്നുണ്ട്, അച്ചമ്മ ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ എൻ്റെ കാല് നല്ല കഴിക്കുന്നു, കടഞ്ഞിട്ട് വയ്യ, ഒന്ന് അമർത്തി തരുമോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനെന്താ അച്ചമ്മേ, ഞാൻ തന്നെ അമർത്തി തരാം എന്ന് കൂളായി വേദ പറഞ്ഞിട്ട് അച്ചമ്മയുടെ 2 കാലും അടിയിലേക്ക് എടുത്ത് വെച്ച് അങ്ങനെ പതുക്കെ മയത്തിൽ അങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. അങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ അച്ചമ്മ പറയാണ്, മോളെ നീ എത്ര ദേഷ്യപ്പെടാതെ എത്ര സൗമ്യമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഒരു ദേഷ്യപ്പെടുകയോ മുഖം ചുളിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ, എൻ്റെ പൊന്നു മോളാ നീ എന്ന് പറയാൻ തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് വേദയുടെ. അപ്പോഴേക്കും വിക്രം അതുവഴി വരിക കേട്ടോ. ഇത് കാണുന്ന അച്ചമ്മ, എടാ വിക്രം നീ എങ്ങോട്ടാ, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുകയാണ്. വിക്രം അങ്ങ് അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് അച്ചമ്മ വേദയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ നിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഇവരാരും നിൻ്റെ അച്ഛനോ അമ്മയെ പറ്റിയിട്ടോ വീട്ടുകാരെ പറ്റിയിട്ടോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി മോള് പറയുക, നിൻ്റെ അച്ഛനാരാ, എന്താ ജോലി ചെയ്യുന്നത്, വീട് എവിടെയാ എന്നുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറ, ഞാൻ അച്ചമ്മ കേൾക്കട്ടെ. അച്ചമ്മയുടെ അടുത്ത് നിൽക്കുന്ന വിക്രം ഇത് കേൾക്കുന്നുണ്ട്. വിക്രം ഇങ്ങനെ കണ്ണ് തുറിച്ച് വേദയോട് പറയാണ്, വേദ പറയല്ലേ വേദ എന്നിങ്ങനെ പറയാട്ടോ. ഇത് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇത് കേൾക്കുന്നുണ്ട്. അതെ അമ്മച്ചി, അച്ചമ്മ എൻ്റെ അച്ഛൻ ജഡ്ജാണ്, ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജാണ് ഇവിടെ തന്നെ. എൻ്റെ അച്ഛൻ്റെ പേര് ജസ്റ്റിസ് ശങ്കരനാരായണൻ എന്നാണ് എന്ന് പറയുമ്പോൾ അമ്മ അങ്ങ് വായ പൊളിച്ച് പോവാട്ടോ. അച്ചമ്മ വായ പൊളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്താ മോളെ നീ പറഞ്ഞത്? ഇത് നല്ല കഥയായിപ്പോയല്ലോ, നിൻ്റെ അച്ഛൻ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജാണെന്നോ? ആഹാ, എന്നിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം നടത്തി തന്നേ? എൻ്റെ പേരക്കുട്ടി എന്ത് കേട്ടാലും ദേഷ്യപ്പെടും, എല്ലാവരെയും കൈവയ്ക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പേരക്കുട്ടിക്ക് എങ്ങനെയാണ് നിന്നെ കല്യാണം കഴിച്ച് കൊടുത്തേ എന്ന് ചോദിക്കുകയാണ് അച്ചമ്മ. അതച്ചമ്മേ, അവർ ഞങ്ങളുടെ കല്യാണത്തിനൊന്നും സമ്മതമായിരുന്നില്ല, അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കല്യാണം നടക്കുന്നതൊന്നും എന്ന് പറയാണ് പെട്ടെന്ന് വേദ. ഇത് കേൾക്കുന്ന അച്ചമ്മ, ആഹോ അപ്പോൾ അങ്ങനെയാണോ, അപ്പോൾ രണ്ടാളും കൂടെ ലവ് ചെയ്ത് ഒളിച്ചോടി പോകുന്നതാണല്ലേ എന്ന് ചോദിക്കുകയാണ്.
അതെ അച്ഛമ്മേ, ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാ എന്ന് വേദ പറയുമ്പോൾ വിക്രം അവിടുന്ന് വേഗം പോവാനായിട്ട് നിൽക്കുക കേട്ടോ. പുറത്തേക്ക് പോകാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോഴേക്കും അച്ഛമ്മ അവൻ്റെ കയ്യിലങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, വിക്രം നീ എങ്ങോട്ടേ പോകുന്നത്? ഇവിടെ ഇരിക്കേ, ഞാൻ നിന്നെ വിളിച്ചത് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെ. എല്ലാ വിശേഷങ്ങളും എനിക്ക് അറിയണ്ടേ, എന്തൊക്കെയാണ് നിങ്ങൾ സംഭവിച്ചതെന്നുള്ളത്. ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് പിടിച്ചവിടെ താഴെ ഇരുത്തുകയാണ്. എന്നിട്ട് മോള് പറ എന്ന് പറയുകയാണ്. അതച്ഛമ്മേ, ഞങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചതാ. വിക്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനമ്മയോ ഇവിടുത്തെ അച്ഛനമ്മയോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് കേൾക്കുന്ന നമ്മുടെ അച്ചമ്മയ്ക്കുണ്ടല്ലോ നല്ല സന്തോഷമാവും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ അതെന്തായാലും നന്നായി മോളെ. എൻ്റെ കുടുംബത്തിലുണ്ടല്ലോ എൻ്റെ അച്ഛനും അച്ഛൻ്റെ ചേട്ടനും എല്ലാവരും തന്നെ ചെറിയച്ഛനും എല്ലാവരും പ്രേമിച്ച് വിവാഹം കഴിച്ചതാ എന്ന് പറയുമ്പോൾ നല്ല കുടുംബം തന്നെ. ഇങ്ങനെ പ്രേമവിവാഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നൊരു കുടുംബത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാമെന്ന് വേദം മനസ്സിൽ വിചാരിക്കുക കേട്ടോ. പിന്നീട് അച്ഛമ്മ രാത്രി സമയത്ത് എല്ലാവരോടും കൂടി പറയുകയാണ്, അതെ എല്ലാവരും പോയി വേഗം കിടന്നുറങ്ങിക്കോ, രാവിലെ അതിരാവിലെ 4 മണിയാകുമ്പോഴേക്കും വണ്ടി വരും. അപ്പോൾ നമുക്ക് കോവിലിൽ പോകാനുള്ളതാണ്. എല്ലാവരും ചടപടയുന്ന ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറയുകയാണ്. എടാ പിന്നെയാ വിശ്വ, നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ലീവൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ അവർ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അച്ഛമ്മയോട് ഇപ്പോൾ എന്താ പറയുക എന്നുള്ള ലെവലിൽ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അമ്മേ, ലീവൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറയും. എന്നാൽ ശരി, പോയി എല്ലാവരും കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അച്ഛമ്മേ ഇതിപ്പോൾ വേണോ അച്ഛമ്മേ, വേണോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക കേട്ടോ. അപ്പം അച്ഛമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. എടാ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഇത് നിനക്ക് ബാധകമല്ലേ? എല്ലാവരോടും പോയിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞതല്ലേ ഞാൻ. ചെല്ല് പോയി കിടന്നുറങ്ങ് എന്ന് പറയുകയാണ്. വിക്രം റൂമിലെത്തി ഉറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ പിറകെ വേദയും വന്ന് ഒരു പായൊക്കെ ഇട്ട് നിലത്ത് വിരിച്ച് ഉറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാം കേട്ടോ. ഇത് കാണുന്ന വിക്രം, നീ എന്താ ഈ ചെയ്യുന്ന വേദ എന്ന് ചോദിക്കുകയാണ്. എന്താ മനസ്സിലായില്ലേ? അത് തന്നെയാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ഫാൻ കറങ്ങുന്നു, ലൈറ്റ് കണ്ടില്ലേ നീ? ഇതിനർത്ഥം എന്താ? കറണ്ടുണ്ട്. കറണ്ട് ഇല്ലാത്ത സമയത്ത് നീ റൂമിൽ വന്നത് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കറണ്ടുള്ള സമയത്ത് നീ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കണേ എന്ന് ചോദിക്കുകയാണ്. എന്നോട് അച്ചമ്മ പറഞ്ഞു ഇവിടെ വന്ന് കിടക്കാൻ. വേണ്ട, നീ നുണ പറയണ്ട. അച്ചമ്മയുടെ കാരണം പറഞ്ഞ് ആ പേരും പറഞ്ഞ് നീ ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ നീ കിടക്കണ്ട, ഇറങ്ങിപ്പോ എന്ന് പറയാണ്. ദേ, നീ ഇവിടുന്ന് പോയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഈ പായോടൊക്കെ എന്നെ ചുരുട്ടി പുറത്തേക്ക് എറിയും. വേഗം പോയി ഹാളിൽ കിടന്നോ എന്ന് പറയുകയാണ് വിക്രം. ഇത് കേൾക്കുന്ന വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ഹാളിൽ പോയി തന്നെ ഉറങ്ങണോ? ശരി, ഞാൻ ഹാളിൽ കിടന്നുറങ്ങിക്കോളാം. അത് കാണുന്ന അച്ചമ്മ ചോദിക്കും, നീ എന്താ മോളെ ഇവിടെ കിടക്കുന്നതെന്ന്. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ പേരക്കുട്ടി എന്നെ റൂമിൽ കിടക്കാൻ സമ്മതിക്കണില്ല എന്ന്. അപ്പോൾ അച്ചമ്മ ചോദിക്കും, എന്താന്ന്. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അച്ചമ്മ നാട്ടിൽ നിന്ന് വരുമ്പോഴേ അരിവാളൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ജീവിക്കാൻ അധികം ആയുസില്ല, അതാ എനിക്ക് സങ്കടം എന്ന് പറയുന്നുണ്ട് വേദ. എന്നാൽ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വേദ പായൊക്കെ ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കാണുന്ന വിക്രം, ശരി, നീ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാണ്. വേണ്ട വേണ്ട, എനിക്കിഷ്ടമില്ലാത്തവരുടെ ഒപ്പം കിടന്നുറങ്ങാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാനേ ഹാളിൽ പോയിട്ട് തന്നെ കിടന്നോളാം. എനിക്ക് എന്നും അവിടെ തന്നെ ഇഷ്ടം. അപ്പോൾ ഓക്കെ, നിങ്ങളെങ്ങാനേ എന്നെ ചുരുട്ടി, ഞാൻ ഇവിടെ കിടന്നു കഴിഞ്ഞാലേ ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് എറിയുന്നല്ലേ പറഞ്ഞു. എനിക്ക് എൻ്റെ ജീവനിൽ കൊതിയുണ്ട്. എന്നാൽ ഓക്കെ ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോകുന്ന പോലെ പുറത്തേക്ക് പോകണ പോലെ അഭിനയിക്കുക കേട്ടോ വേദ. ഇടി ദയവ് ചെയ്ത് ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങടി എന്നും പറഞ്ഞ് കെട്ട് കൈ കൂപ്പിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ വിക്രം. ഇത് കാണുന്ന വേദ ചിരിച്ചോട്ട് പറയുന്നുണ്ട്, ശരി ശരി, എന്തായാലും കൈകൂപ്പി ഇങ്ങനെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും താഴെ നിന്നും അച്ചമ്മ വിളിക്കുക കേട്ടോ. അത് കേട്ട് വിക്രം എന്താണെന്ന് ചോദിക്കുമ്പോൾ, നിന്നെ ആരടാ വിളിച്ചേ? ഞാൻ എൻ്റെ മോളെയല്ലേ വിളിച്ചത്, അവളോട് ഇങ്ങ് വരാൻ പറ താഴേക്ക് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വേദ താഴേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ അച്ചമ്മ ഒരു ഗ്ലാസ് പാലെടുത്തുകൊണ്ട് വിക്രമിന് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് വന്ന് വിക്രമിന് ഇതാ പാലെന്ന് പറഞ്ഞ്, നിങ്ങൾ എന്താ പാല് കുടിക്കാണ്ട് വന്നേ? അപ്പോൾ അച്ചമ്മ എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടതാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി, ഇതാന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എനിക്കൊന്നും വേണ്ട, നീ തന്നെ അങ്ങ് കുടിച്ചോ എന്ന് പറയാണ് വിക്രം. അച്ചമ്മ
ഈ വീടിനെ ഈ റൂമിനെ നേരെ തന്നെ അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി എന്ന് അച്ഛമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഈ വീടിൻ്റെ പ്രശ്നമേ നീയാ, അത് നമ്മുടെ അച്ഛമ്മയ്ക്ക് അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അച്ഛമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, കല്യാണം കഴിഞ്ഞ് ഒരു 10 മാസം ആകുമ്പോഴേക്കും ഒരു പേരക്കുട്ടി, അതാണായാലും പെണ്ണായാലും കുഴപ്പമില്ല, അച്ഛമ്മയുടെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് പെണ്ണായാലും അച്ഛമ്മയ്ക്ക് നല്ല സന്തോഷമാത്രേ. അതും എന്നെപ്പോലൊരു മോള് വേണമെന്നാണ് അച്ഛമ്മയുടെ ആഗ്രഹം. നീ എന്ന ശല്യം കൊണ്ടേ ഞാനിവിടെ തോറ്റു. നിന്നെ എങ്ങനെ പുറത്താക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനിയൊന്നും കൂടെ വേറൊന്നിനും കൂടെ ഇങ്ങ് കൊണ്ടുവരാനോ? അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് തലയിൽ കൈ കൊടുക്കട്ടോ. അപ്പം നിങ്ങൾക്ക് സമ്മതമാണെന്ന് വേദ ചോദിക്കുന്നുണ്ട്. എടി എടി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ദേഷ്യം വന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുക കേട്ടോ വിക്രം.